ലോൺ എടുത്താൽ ഞാൻ അടച്ചോ. എനിക്ക് എന്റെ ഒറിജിനൽ സ്വർണ്ണം വേണം. ബാങ്ക് നിങ്ങൾക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തു. എന്ത് പറഞ്ഞ് കംപ്ലൈന്റ് കൊടുത്തു? ബാങ്കാണ്. ബാങ്ക് ഞാൻ ഫേക്ക് ഗോൾഡ് ആണ് വെച്ചിട്ടുള്ളത്. നിങ്ങളെ കള്ളനാക്കി കംപ്ലൈന്റ് കൊടുത്തു. കംപ്ലൈന്റ് നിങ്ങൾ തന്ന റെസീറ്റ് ഇതാണ്. എന്റെ സ്വർണ്ണതാ അവിടെ, എന്റെ സ്വർണം പറ സ്വർണ്ണതാ അവിടെ. അതിന്റെ ഈ തന്ന റെസീറ്റിന്റെ തൂക്കം എങ്ങനെ കിട്ടും? അത് നിങ്ങൾക്ക് തന്നെ എഴുതി തരാനല്ലേ ഉള്ളൂ. അങ്ങനെ അവർ തന്നില്ല. അങ്ങനെ ഞാൻ അവിടെ പോയപ്പോ അവര് ബാങ്ക് പൂട്ടി. ബാങ്ക് അപ്പൊ തന്നെ പൂട്ടി. ഞാൻ ഇറങ്ങിയപ്പോ പൂട്ടി. ഞാൻ പോവില്ല എന്ന് പറഞ്ഞിരിക്കായിരുന്നു. ഗോൾഡ് പണയം വെച്ച് 4.4 ലക്ഷം രൂപയുടെ ഗോൾഡ് പണയം വെച്ച് ഇത്രയേറെ നീതിക്ക് വേണ്ടി ഇസാഫ് ബാങ്കിൽ നിന്ന് ഒരു നീതി കിട്ടാൻ വേണ്ടിയിട്ട് പൊരുതിക്കൊണ്ടിരിക്കുന്ന പേപ്പറുകളാണിത്. എന്നോട് പറഞ്ഞു അഫ്സൽ ഖാൻ നിങ്ങളൊന്ന് കാണണമെന്ന് പറഞ്ഞു. ശരി, ഓക്കെ കാണാന്ന് പറഞ്ഞു. അപ്പൊ അവരെന്നോട് വന്ന് പറഞ്ഞു, ഞാൻ കണ്ടു. അവരെന്നോട് പറഞ്ഞു നിങ്ങൾ കേസ് മാറ്റി മുന്നോട്ട് പോയത്. ഞാൻ അവരോട് പറഞ്ഞു ഞാൻ പോലീസിൽ ഇത് കൊടുക്കും, എനിക്കിത് നീതി കിട്ടണം. കാരണം ഞാൻ എന്റെ സ്വർണം പോയത് മാത്രമല്ല, ഞാൻ കള്ളനാക്കി എന്റെ വൈഫിന്റെ മുന്നിൽ. നിങ്ങളുടെ വൈഫിന്റെ മുന്നിൽ വെച്ച് നിങ്ങളെ മാനേജർ ക്യാബിൽ ലോക്ക് ചെയ്തു. അതിനപ്പുറത്തേക്ക് നിങ്ങളൊരു കള്ളനാണ്, നിങ്ങൾ ഫേക്ക് ഗോൾഡ് വെച്ച മനുഷ്യനാണ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ദാമ്പത്യം വരെ തകർന്ന രീതിയിലേക്ക് പോകും. കാര്യം വൈഫ് ഒന്ന് ജസ്റ്റ് തിങ്ക് ചെയ്താൽ മതി, എന്റെ ഗോൾഡ് കാര്യം ഇയാൾ എന്തെങ്കിലും ചെയ്തോ എന്ന് വിചാരിച്ചാൽ പണിയായില്ലേ? അതെ അതെ അതെ. അപ്പൊ എന്നോട് പറഞ്ഞു അഫ്സൽ ഖാൻ നിങ്ങൾ കേസ് മാറ്റി മുന്നോട്ട് പോകരുത്, ആ കാശ് ഞങ്ങൾ അടച്ചോളാം. ആര്? ബാങ്കുകാർ അടച്ചോളാം. ശരി, ഞങ്ങൾ അടച്ചോളാം, നിങ്ങൾക്ക് സ്വർണം കിട്ടില്ല. അവിടുത്തെ SI എന്നെ വിളിപ്പിച്ചു. എന്നോട് പറഞ്ഞു നിനക്ക് എങ്ങനെ സ്വർണം കിട്ടി, ആ സ്വർണം ഏതാണ്, നിനക്ക് എങ്ങനെ കിട്ടി, നീ അന്ന് വേങ്ങിയിട്ടുണ്ടെങ്കിൽ ബില്ല് കാട്ട്, അങ്ങനെല്ലാം പറഞ്ഞാൽ ഭയങ്കര ഭീഷണിപ്പെടുത്തും. ഈ ഗ്രാമവുമായിട്ട് വ്യത്യാസം ഉള്ളതിൽ SI കണ്ടായിരുന്നു? SI കണ്ടിട്ടുണ്ട്. എന്നിട്ട് വേണം നിങ്ങളോട് അതെ. മാനേജർ ഈ ഗോൾഡ് എന്റെ കവറിൽ നിന്ന് 4 ചെയിൻ എടുത്തിട്ട് അതിൽ മുക്കുപണ്ടം വെച്ചിട്ട് മുക്ക് ചെയിൻ വെച്ചിട്ട് ഫേക്ക് ഗോൾഡ് വെച്ചിട്ട് അത് ആ സ്വർണം അവിടുത്തെ തൂപ്പുകാരിയെ കൊണ്ട് ഇയാൾ അവിടെ തന്നെ നമ്മളിരിക്കുന്നത് 2024 ഇതിനിടയ്ക്ക് പറയേണ്ട കുറച്ച് കാര്യമുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പാണ് അഫ്സലിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് ശരിക്കും അഫ്സലിനെ കൊണ്ട് പറയിപ്പിക്കുന്നത്. ഞാൻ പറയാം. എന്നിട്ട് ഞാൻ എന്താണ് അവരോട് ഒരു ഇത് അളന്ന് എനിക്ക് എൻ്റെ തെളിയണ്ടേ. അപ്പൊ ഇത് തൂക്കം കറക്റ്റ് ഉണ്ടായി. അവിടുന്ന് ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അവരിത് മാറ്റിയെന്ന് ചെയ്ത് എനിക്ക് ഞാനാളെ കള്ളനാവുന്നത്. അപ്പൊ ഞാനിത് അവര് തരുന്നില്ല. ഹെഡ് ഓഫീസിൽ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് തരുന്നില്ല. അങ്ങനെ ഞാൻ ഒരു 7 മണി വരെ ബാങ്കിൽ 7 മണി എന്ന് പറഞ്ഞാൽ 6, 7 മണി നോമ്പ് തുറക്കുന്ന സമയം വരെ ഞാൻ ബാങ്കിൽ ഇരുന്നു. അപ്പൊ മാനേജർ എന്നെ വിളിച്ച് പറഞ്ഞു നിങ്ങളൊന്ന് പോയി വന്നു, നോമ്പ് തുറന്നു. എന്നിട്ട് നമ്മൾ അപ്പോൾ ഞാൻ അത് ചെയ്ത് തരാം. അവിടെ ഹെഡ് ഓഫീസിൽ ആരും കിട്ടിയിട്ടില്ല, അവരുടെ പെർമിഷനും കൂടി കിട്ടണം, എന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു അതിന് എന്താ ആവശ്യം, നിങ്ങൾ തന്ന റെസീറ്റ് ഇതാ, എന്റെ സ്വർണ്ണതാ അവിടെ, എന്റെ സ്വർണം പറ സ്വർണ്ണതാ അവിടെ. അതിന്റെ ഈ തന്ന റെസീറ്റിന്റെ തൂക്കം എങ്ങനെ കിട്ടും? അത് നിങ്ങൾക്ക് തന്നെ എഴുതി തരാനല്ലേ ഉള്ളൂ. അങ്ങനെ അവർ തന്നില്ല. അങ്ങനെ ഞാൻ അവിടെ പോയപ്പോ അവര് ബാങ്ക് പൂട്ടി. ബാങ്ക് അപ്പൊ തന്നെ പൂട്ടി. ഞാൻ ഇറങ്ങിയപ്പോ പൂട്ടി. ഞാൻ പോവില്ല എന്ന് പറഞ്ഞിരിക്കായിരുന്നു. പിന്നെ കാലത്ത് മുതലേ നോറ്റ് എനിക്കൊരു വെള്ളമെങ്കിലും കുടിക്കാൻ പുറത്തിറങ്ങി. ഞാൻ പുറത്തിറങ്ങിയപ്പോൾ അവർ ബാങ്ക് പൂട്ടി. അപ്പൊ ഈ സംഭവത്തിന് ശേഷം എന്താണ് പിന്നെ സംഭവിച്ചത്? പിന്നെ എനിക്ക് രാത്രി വിളിക്കുന്നുണ്ട്. അതായത് ഒരു 7 മണി 8 മണിക്ക് ബാങ്കിലെ സ്റ്റാഫ് വിളിക്കുന്നുണ്ട്. മാനേജറും അവർ സ്റ്റാഫും കൂടെ വിളിച്ചു. എന്നോട് പറഞ്ഞു അഫ്സൽ ഖാൻ നിങ്ങളൊന്ന് കാണണമെന്ന് പറഞ്ഞു. ശരി, ഓക്കെ കാണാന്ന് പറഞ്ഞു. അപ്പൊ അവരെന്നോട് വന്ന് പറഞ്ഞു, ഞാൻ കണ്ടു. അവരെന്നോട് പറഞ്ഞു നിങ്ങൾ കേസ് മാറ്റി മുന്നോട്ട് പോകരുത്. ഞാൻ അവരോട് പറഞ്ഞു ഞാൻ പോലീസിൽ ഇത് കൊടുക്കും, എനിക്കിത് നീതി കിട്ടണം. കാരണം ഞാൻ എന്റെ സ്വർണം പോയത് മാത്രമല്ല, ഞാൻ കള്ളനാക്കി എന്റെ വൈഫിന്റെ മുന്നിൽ. അതായത് ഈ സാധനം തെളിയിക്കേണ്ട ആവശ്യം നിങ്ങൾ അപ്പൊ ആയിപ്പോയി. കാര്യം നിങ്ങളുടെ വൈഫിന്റെ മുന്നിൽ വെച്ച് നിങ്ങളെ മാനേജർ ക്യാബിൽ ലോക്ക് ചെയ്തു. അതിനപ്പുറത്തേക്ക് നിങ്ങളൊരു കള്ളനാണ്, നിങ്ങൾ ഫേക്ക് ഗോൾഡ് വെച്ച മനുഷ്യനാണ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ദാമ്പത്യം വരെ തകർന്ന രീതിയിലേക്ക് പോകും. കാര്യം വൈഫ് ഒന്ന് ജസ്റ്റ് തിങ്ക് ചെയ്താൽ മതി, എന്റെ ഗോൾഡ് കാര്യം ഇയാൾ എന്തെങ്കിലും ചെയ്തോ എന്ന് വിചാരിച്ചാൽ പണിയായില്ലേ? അതെ അതെ അതെ. എന്നിട്ട് ഞാൻ അപ്പൊ പറഞ്ഞ് നമുക്ക് കാണാന്ന് പറഞ്ഞ അവരെ കണ്ടു. അപ്പൊ എന്നോട് പറഞ്ഞു അഫ്സൽ ഖാൻ നിങ്ങൾ കേസ് മാറ്റി മുന്നോട്ട് പോകരുത്, ആ കാശ് ഞങ്ങൾ അടച്ചോളാം. ആര്? ബാങ്കുകാർ അടച്ചോളാം. ശരി, ഞങ്ങൾ അടച്ചോളാം, നിങ്ങൾക്ക് സ്വർണം കിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു അതിന്റെ ആവശ്യമില്ല, ഞാൻ കാശ് ഞാൻ ലോൺ എടുത്താൽ ഞാൻ അടച്ചോളാം, എനിക്ക് എന്റെ ഒറിജിനൽ സ്വർണം വേണം, നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. എനിക്ക് ഞാൻ ലോൺ എടുത്ത കാശ് ഞാൻ അടച്ചോളാം, എനിക്ക് എന്റെ സ്വർണം വേണം. അപ്പൊ അവര് പറഞ്ഞ് അത് ഒരുപാട് അവരെ ബുദ്ധിമുട്ടുകൾ, ഞങ്ങളുടെ ജോലി അങ്ങനെയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊന്നല്ല, ഞാൻ ആ സ്ഥാപനം എനിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ആ സ്ഥാപനത്തിന്റെ ആരോ ഉള്ളത് അവരിട്ട് ആരോളം അവരിട്ട് സംസാരിച്ചോളാം. അങ്ങനെ പറഞ്ഞ പിറ്റേന്ന് കാലത്ത് തന്നെ ഞാൻ തിരൂർ സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് കൊടുത്തു. എന്റെ സ്വർണ്ണം ഇങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. അവര് പരാതി സ്വീകരിച്ചു. ബാങ്കിലെ ആളെ വിളിപ്പിച്ചു, ബാങ്കിലെ മാനേജറെ, ബാങ്കിന്റെ അവരുടെ ഓഫീസിൽ നിന്ന് ആള് വന്ന് അവരെ വിളിപ്പിച്ചു. അതിനു മുമ്പ് എനിക്ക് ബാങ്കിൽ നിന്ന് വന്നു. ഞാൻ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ പരാതി കൊടുക്കുന്നവർക്ക് വിളിച്ച് നിങ്ങളൊന്ന് ബാങ്കിൽ വരും, നമുക്ക് ഇവിടെ വെച്ചിട്ട് അത് കോംപ്രമൈസ് ചെയ്യാൻ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു കോംപ്രമൈസിന് താല്പര്യമില്ല,
ഇത് അവിടെ സ്വർണം അവിടെ പോയിട്ടുണ്ടെങ്കിൽ അതിന് എടുത്തവനെ ആരാ ചെയ്തിട്ടുള്ള അവനെ കണ്ടുപിടിക്കണം. ഞാനൊരാളെ നാളെ അത് കോംപ്രമൈസ് ചെയ്ത് ചെയ്യാൻ മറ്റുള്ളവർക്ക് അനുഭവം ഉണ്ടാവും. ഞാൻ അനുഭവിച്ചത് നാളെ ഒരാൾക്ക് വേറെ അനുഭവിക്കാൻ പാടില്ല എന്നൊരു ഇതൊക്കെ തോന്നി. അതുകൊണ്ട് ഞാൻ സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തത്. അപ്പൊ ഞാൻ കംപ്ലൈന്റ് കൊടുത്ത് ബാങ്കിലെ സ്റ്റാഫും എല്ലാം അവിടെ വന്നു കാര്യങ്ങളായി. അവർ എനിക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തു. എവിടെ? സ്റ്റേഷനിൽ ആദ്യം കംപ്ലൈന്റ് കൊടുത്ത ആരാ? നിങ്ങൾ. ഇനി ബാങ്ക് നിങ്ങൾക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തു. എന്ത് പറഞ്ഞ് കംപ്ലൈന്റ് കൊടുത്തു? ബാങ്ക് ഞാൻ ഫേക്ക് ഗോൾഡ് ആണ് വെച്ചിട്ടുള്ളത് നിങ്ങളെ കള്ളനാക്കി കംപ്ലൈന്റ് കൊടുത്തു. എന്നിട്ട് എന്തായി? എന്നിട്ട് ഞാൻ എന്നെ ഇതായി കൊടുത്തു, കംപ്ലൈന്റ് കൊടുത്തു. അപ്പൊ ഞാൻ അവിടെ CIനെ ഞാൻ എന്റെ വൈഫും പോയി CIനെ വളരെ മാനസികമായി അത്ര തകർന്നു പോയി. കാര്യങ്ങളൊന്നുമില്ല. ഞാൻ എന്റെ വൈഫും കുട്ടിയോട് CIനെ പോയി കണ്ടു, CI സാറിനെ പോയി കണ്ടു. അപ്പൊ CI സാർ പറഞ്ഞു ഞാൻ അന്വേഷിക്കട്ടെ, കാര്യങ്ങളാകട്ടെ, ഇപ്പോൾ നിങ്ങൾക്കെതിരെയാണ് കൂടുതൽ നിൽക്കുന്നത്. ഞങ്ങൾ ബാങ്കിന്റെ പരാതിയിലാണ് കൂടുതൽ ചെയ്യാം, എന്നാൽ ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്ത് ചെയ്തു? അന്വേഷിച്ച് നാളെ 2 ദിവസം കഴിഞ്ഞ് വിവരം തരാന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് വീണ്ടും പോയപ്പോ അവിടുത്തെ SI എന്നെ വിളിപ്പിച്ചു. എന്നോട് പറഞ്ഞു നിനക്ക് എങ്ങനെ സ്വർണം കിട്ടി? ആ സ്വർണം ഏതാണ്? നിനക്ക് എങ്ങനെ കിട്ടി? നീ അന്ന് വേഗം ബില്ല് കാട്ട്. അങ്ങനെല്ലാം പറഞ്ഞ് എന്നെ ഭയങ്കര ഭീഷണിപ്പെടുത്തി. SIന്റെ പേരെന്താ? SIന്റെ പേര് എനിക്ക് ഓർമ്മയില്ല, അറിയില്ല. എന്നെ വളരെ ഭീഷണിപ്പെടുത്തി. നിനക്ക് അവിടെ സ്വർണം കിട്ടി, ആ സ്വർണം വേങ്ങിയിട്ടുള്ള ബില്ല് കൊടുത്തിട്ട് വൈഫ്. അതായത് നിങ്ങളൊരു പരാതി ആദ്യം പോയി കൊടുക്കുന്നു, പോലീസ് സ്റ്റേഷനിൽ പോയി കൊടുക്കുന്നു, അതിനുശേഷം ബാങ്കിൽ ആളുകൾ പരാതി കൊടുക്കുന്നു. നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്ത നിങ്ങൾ വെച്ച സ്വർണ്ണമല്ല ബാങ്കിലുള്ളതെന്ന് ശരിക്കും പൂർണ്ണമായി ബാങ്കുകാർക്ക് ബോധ്യപ്പെട്ടിട്ടും നിങ്ങളുടെ പേരിൽ നിങ്ങൾ കള്ളനെന്ന് പറഞ്ഞു കേസ്. എന്നെ സ്റ്റേഷനിൽ വെച്ച് വളരെ മോശമായിട്ട് SI എന്നോട് പെരുമാറി. മർദ്ദിച്ചില്ല. നാളെ ബില്ല് ഏറ്റുവാ, ആ സ്വർണം വേഗം ബില്ല് ഏറ്റുവാ, അതേപോലെ അതിന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് ഏറ്റുവാ. അതായത് ബാങ്കുകാർ കേസ് കൊടുത്തതിന് ശേഷമാണ് എന്നോട് പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു ബില്ല് എന്റെ കയ്യിലില്ല, 20 വർഷത്തോളം എന്റെ കല്യാണം കഴിഞ്ഞിട്ട് അന്നത്തെ ബില്ലൊന്നും ഇപ്പൊ കിട്ടില്ല. ഈ ഗ്രാമവുമായിട്ട് വ്യത്യാസം ഉള്ളതിൽ SI കണ്ടായിരുന്നു? SI കണ്ടിട്ടുണ്ട്. എന്നിട്ടുമാണ് നിങ്ങളോട് അതെ ഈ കാര്യങ്ങൾ പറഞ്ഞു. അത് ആദ്യം അവര് അവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് CI ഒക്കെ എനിക്ക് വളരെ ഇതായിട്ട് വന്നിട്ടുള്ളത്. ബാങ്കുകാർ വന്ന് കണ്ടതിന് ശേഷം എന്താണ് തോന്നുന്നത്? അതിപ്പോ സ്വാഭാവികമായിട്ട് നമുക്ക് ആർക്കും മനസ്സിലാവുന്ന കാര്യമല്ലല്ലോ. അതുവരെ എന്നെ ഒരു വളരെ മാന്യമായി സംസാരിച്ച CIയും SIയും. CI പിന്നെ എന്നെ കണ്ടിട്ടില്ല. SI വളരെ മോശമായ രീതിയിലാണ് എന്നോട് പിന്നെ സംസാരിച്ചത്. നിങ്ങൾ സ്വർണം എടുത്ത ബില്ല് കൊണ്ടുവരും കാര്യം ഞാൻ പറഞ്ഞു ഇതാണ്. അപ്പൊ എന്നോട് പറഞ്ഞു കല്യാണ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോകാം. ആ സ്വർണം ചോദിക്കാനുള്ള എന്ത് അധികാരമാണ് SIക്ക് ഉള്ളത്? നിങ്ങൾ പരാതിയായിട്ടല്ലേ പോയത്? ഈ പരാതിയിൽ എനിക്ക് ഇത്ര ഗ്രാമിന്റെ ഗോൾഡ് ഞാൻ പണയം വെച്ചിട്ടുണ്ട്, അത് ഫേക്ക് ആയിട്ട് ബാങ്കിൽ നിന്ന് കണ്ടെത്തുന്ന രീതിയിലേക്ക് SIക്ക് പോലും ബോധമില്ല. ശരിക്കും ഇത് ബാങ്കിന്റെ ആളുകൾ വന്ന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും ശരിക്കും? അത് ഞാൻ എന്നിട്ട് അവർ എന്താണ് അതിലെ അഭിപ്രായം? എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു അത് ഒതുക്കി നിൽക്കാനുള്ള കണ്ടീഷനിലേക്ക് SIയും ബാങ്കിന്റെ ആളുകളോട് സംസാരിച്ച് സെറ്റിൽമെന്റ് ആക്കിയിട്ടുണ്ട്. 100%. അല്ലാതെ പിന്നെ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങളല്ലേ ആദ്യം പരാതി കൊടുത്തത്. അപ്പൊ നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നിങ്ങൾ ബില്ല് കൊണ്ടുപോകാന്ന് പറയാൻ ഇദ്ദേഹം കോടതിയാണോ? 100%. അതുവരെ എന്റെ നിന്നിരുന്ന സമീപനം അല്ല പിന്നെ അവരെനിക്ക് ഇത് വന്നത്. പക്ഷെ CI വളരെ നല്ല രീതിയിലാണ് എനിക്ക് സംസാരിച്ചത്. SI ആണ് പ്രശ്നം ഉണ്ടാക്കി. CI എന്നോട് നിങ്ങള് നോക്കിയും ഞാനൊന്ന് അന്വേഷിക്കട്ടെ, ഞാൻ ഇവിടെ ബാങ്കിലൊന്ന് പോട്ടെ, എന്നിട്ട് എന്താന്ന് അവിടെ സംഭവിച്ചെന്നുള്ളത് അവിടെ CCTV നോക്കിയിട്ട് ഞാൻ കണ്ടെത്തട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ SI വളരെ മോശമായിട്ട് തന്നെയാണ് സംസാരിച്ചത്. അങ്ങനെ CI ഇവിടെ വന്നു എന്നോട് പറഞ്ഞു 2 ദിവസം ഡിപ്പാർട്ട്മെന്റിനെ ശരിക്കും ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ ഒരു കാരണവശാലും ഈ കുറ്റം പറയല്ലാട്ടെ, ശരിക്കും ഇത് ഒരു നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ വരുന്നത്. SI വളരെ മോശമായി സംസാരിക്കുന്നു, CI നല്ല രീതിയിൽ സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ SIയുടെ സംസാരം സ്വാഭാവികമായിട്ട് ഇതിന് ക്വാളിഫൈഡ് ആയിട്ടാണല്ലോ ശരിക്കും SI ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ വല്ല കള്ളനെ പിടിച്ചിട്ട് ശരിക്കും SI ആക്കൂലല്ലോ ആളുകൾ. അപ്പോ അത്തരം രീതിയിലേക്ക് മാനസിക വിഷമുണ്ടായിട്ടാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. ഇദ്ദേഹത്തിനോട് ബില്ല് ചോദിക്കാനുള്ള എന്താ അധികാരമാണ് നിങ്ങൾക്കുള്ളത്? കാര്യം ബാങ്കിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ഇത്തരം രീതിയിലേക്ക് കണക്കുകൾ വരെ വ്യത്യാസം വരുന്നു, ഗ്രാമുകൾ വ്യത്യാസം വരുന്നു. താൽക്കാലിക തലച്ചോറുള്ള ഒരു സാധാരണ മനുഷ്യന് ശരിക്കും ചിന്തിക്കാവുന്ന കഴിവാണ് ബാങ്കിൽ നിന്ന് എന്തെങ്കിലും മിസ്സിംഗ് ഒന്നുണ്ടാവുന്നത്. അതിനപ്പുറത്തേക്ക് ഇദ്ദേഹം പരാതി കൊടുത്തു, ഇദ്ദേഹത്തിന്റെ മേലെ കുതിര കയറാനുള്ള എന്താ അധികാരമാണ് നിങ്ങൾക്കുള്ളത്? SIന്റെ പേരാണ് ശരിക്കും പറയേണ്ടത്. ജനങ്ങൾക്ക് മനസ്സിലാക്കണം, ഈ SI ഒക്കെ എവിടെയെങ്കിലും വന്ന് ഇരുന്ന് ഇപ്പോഴും സർവീസിലുണ്ടാവും. ഇങ്ങനെയല്ലേ ജനങ്ങളോട് പെരുമാറുക? എന്നിട്ട് ഞാൻ 2 ദിവസം എന്നോട് പറഞ്ഞു ഞാൻ അങ്ങോട്ട് സ്റ്റേഷനിൽ. സാധാരണ ഈ പോലീസുകാരെ പറയിപ്പിക്കാൻ വേണ്ടി ചില വൃത്തികെട്ട പോലീസുകാരുണ്ട്. പോലീസുകാർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് പോലീസുകാർ സുഹൃത്തുക്കളുള്ളതാണ്. നല്ല രീതിയിലേക്ക് ആളുകൾക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ്. നിങ്ങളെപ്പോലുള്ള ആളുകൾ ഈ സേനയ്ക്ക് തന്നെ നാണക്കേടാണ്. കഷ്ടം, ഒന്നും പറയുന്നില്ല.
എന്നിട്ട് CA സാർ എന്നോട് പറഞ്ഞു 2 ദിവസം കഴിഞ്ഞിട്ട് വരും, ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. വളരെ മാന്യമായ രീതിയിൽ വളരെ ഇതിലാണ് പറഞ്ഞത്. ശരി, ഓക്കെ ഞാൻ പറഞ്ഞു, ഓക്കെ എന്റെ നമ്പർ വാങ്ങി വെച്ചു, കോൺടാക്ട് നമ്പർ കാര്യങ്ങളെല്ലാം വാങ്ങി വെച്ചു. പിന്നെ ഞാനത് 2 ദിവസം കഴിഞ്ഞ് പോയപ്പോൾ അന്വേഷിക്കട്ടെ എന്നല്ലാതെ ഇതില്ല. അങ്ങനെ ഇവര് ബാങ്കിൽ നിന്ന് ബാങ്ക് ഒരു പരാതി കൊടുത്തായിരുന്നല്ലോ. ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ വന്നു. ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ നിന്ന് ബാങ്കിന്റെ വിജിലൻസ് എന്ന് പറഞ്ഞ അവര് വന്നിട്ട് എന്റെ അടുത്ത് വന്ന് എന്റെ മൊഴി എല്ലാം എടുത്ത് കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു അവര്. അപ്പൊ അവർക്ക് ഏകദേശം കാര്യങ്ങൾ പിടികിട്ടി, കാര്യങ്ങൾ ഏകദേശം എന്താന്നുള്ളതും എല്ലാ കാര്യങ്ങളും ഏകദേശം അവർക്ക് മനസ്സിലായി. അപ്പൊ അവര് പറഞ്ഞു 1 വർഷം മുമ്പ് നടന്ന സംഭവമാണ്, അവർ ഏകദേശം ഒരു ധാരണയിലെത്തിയിട്ട് 1 വർഷത്തോളമായിട്ട് നടന്നിട്ട് അവർ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. അവരന്വേഷണത്തിൽ ഇത് അവിടെ നടന്ന സംഭവം എന്ന് വെച്ചാൽ അവിടെ ഉണ്ടായിരുന്ന മാനേജർ, അവര് മുൻ മാനേജർ എന്നോട് പറഞ്ഞത്, മാനേജർ ഈ ഗോൾഡ് എന്റെ കവറിൽ നിന്ന് 4 ചെയിൻ എടുത്തിട്ട് അതിൽ മുക്കുപണ്ടം വെച്ചിട്ട് മുക്ക് ചെയിൻ വെച്ചിട്ട് ഫേക്ക് ഗോൾഡ് വെച്ചിട്ട് അത് ആ സ്വർണം അവിടുത്തെ തൂപ്പുകാരിയെ കൊണ്ട് ഇയാൾ അവിടെ തന്നെ പണയം വെപ്പിച്ചു. ഏത് ഇസാഫ് ബാങ്കിൽ ഉണ്ടായിരുന്ന മാനേജർ, ആ മാനേജർ ഇസാഫ് ബാങ്കിലെ മാനേജറെ നിശ്ചയിക്കുന്ന ഇസാഫ് ബാങ്ക് തന്നെയാണല്ലോ. അപ്പൊ പൂർണ്ണ ഉത്തരവാദിത്വം ശരിക്കും അതിലുണ്ട്. ഇസാഫ് ബാങ്കിൽ ഉണ്ടായിരുന്ന മാനേജർ ശരിക്കും കവർ പൊട്ടിച്ച് ലോക്കർ ഓപ്പൺ ചെയ്ത് കവർ പൊട്ടിച്ച് ഇദ്ദേഹത്തിന്റെ ഗോൾഡ് 4 ചെയിന് പകരം ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് 4 മുക്കുപണ്ടം ചെയിൻ വെച്ച് അവിടുത്തെ തൂപ്പുകാരിയെ കൊണ്ട് പണയം വെപ്പിച്ചു. അതേ ബാങ്കിൽ തന്നെ അല്ലേ? അതേ ബാങ്കിൽ തന്നെ. അവരുടെ വിജിലൻസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തി. ശരി, പോലീസിന്റെ വിജിലൻസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തി. പക്ഷെ ഇത് അന്നേ തന്നെ പോലീസ് അന്വേഷിക്കാൻ നിഷ്പ്രയാസം തെളിയേണ്ട കേസാണ്. അതെ, അവര് വന്നപ്പോ മനസ്സിലായില്ലേ നിഷ്പ്രയാസം തെളിയേണ്ട കേസാണ്. എനിക്ക് പോലീസിൽ നിന്ന് ഭാഗത്തുനിന്ന് ഒരു നീതിയും കിട്ടിയില്ല. നിങ്ങളെ പരാതിയിൽ കേസെടുത്തോ? ഇതുവരെ കേസ് എടുത്തിട്ടില്ല. ബാങ്കിന്റെ പരാതിയിൽ കേസെടുത്തോ? ബാങ്കിന്റെ പരാതിയിൽ കേസെടുത്ത് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തു. തിരൂർ സബ് ജയിലിൽ 1 മാസത്തോളം റിമാൻഡ് ചെയ്തു. ഈ 2 പ്രതികളും അറസ്റ്റ് ചെയ്തു. ഒരാളെ അറസ്റ്റ് ചെയ്തു. മാനേജർ അറസ്റ്റ് ചെയ്തു. ശരിക്കും എന്ത് ചെയ്തു? എങ്ങനെയാണ് ഇപ്പൊ കേസ് വന്നത്? നിങ്ങളുടെ ഗോൾഡിന്റെ സ്ഥിതി ഇപ്പൊ എന്താ? എന്റെ ഗോൾഡിന്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഞാൻ അത് കഴിഞ്ഞ് എന്റെ ജോലി സംബന്ധമായ ആവശ്യത്തിന് ഞാൻ ഗൾഫിൽ പോയി. പിന്നെ 1 വർഷം കഴിഞ്ഞ് ഞാൻ വന്നു നോക്കുമ്പോ എനിക്ക് ഇങ്ങനെ നോട്ടീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ മാനേജർക്ക് എനിക്ക് വീട്ടിൽ നിന്ന് വൈഫ് നാട്ടിൽ അയച്ചു തരും, ഇതിങ്ങനെ വരുന്നുണ്ട്, പലിശ കൂടുന്നുണ്ട്, അപ്പോ സ്വർണ്ണം അവിടെ ഉണ്ടെങ്കിൽ നമുക്കത് എടുക്കാന്ന് പറഞ്ഞ് ഞാൻ മാനേജർക്ക് വിളിച്ചു. മാനേജർ എന്നോട് പറഞ്ഞു സ്വർണ്ണം ഇവിടെ ഇല്ല, സ്വർണ്ണമെല്ലാം പോലീസ് കൊണ്ടുപോയിരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്താ ഇങ്ങനെ പലിശ കൂട്ടി എഴുതുന്ന കാര്യങ്ങൾ എഴുതുന്നത്? ഞാൻ അന്ന് സ്വർണ്ണം എടുക്കാൻ തയ്യാറായിരുന്നല്ലോ അവിടെ. അപ്പൊ പറഞ്ഞത് പറ്റില്ല, സ്വർണം ഇനി കിട്ടണമെങ്കിൽ കേസ് തീരാണെന്ന് പറഞ്ഞു. അങ്ങനെ എന്നോട് നിങ്ങൾ ശരിക്കും എന്റെ സ്വർണം നഷ്ടപ്പെട്ടു, എനിക്ക് നീതി വേണം എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ വീണ്ടും പോയോ? ഞാൻ പിന്നെ നാട്ടിൽ വന്നു. വീണ്ടും പോയി. വീണ്ടും ഒരു പരാതി കൊടുത്തു. അതിന് കേസെടുത്തോ? ആ റെസീറ്റ് അവർ വാങ്ങി വെച്ചു. റെസീറ്റ് തന്നതല്ലാതെ ഇന്ന് വരെ കേസെടുത്തില്ല. അതായത് നല്ല രീതിയിലേക്ക് പോലീസ് സ്റ്റേഷനിൽ ഇവർ ഹോൾഡ് പ്രയോഗിച്ചിട്ടുണ്ടെന്ന് അർത്ഥം. അവര് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഓൾറെഡി ഈ ക്രൈമിന് മാനേജർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ആ FIR ഒന്ന് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്, പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അതായത് ഇദ്ദേഹം ഒരു ഗോൾഡ് പണയം വെച്ച് 4.25 ലക്ഷം രൂപയുടെ ഗോൾഡ് പണയം വെച്ച് ഇത്രയേറെ നീതിക്ക് വേണ്ടി ഇസാഫ് ബാങ്കിൽ നിന്ന് ഒരു നീതി കിട്ടാൻ വേണ്ടിയിട്ട് പൊരുതിക്കൊണ്ടിരിക്കുന്ന പേപ്പറുകളാണിത്. പല പേപ്പറുകളാണ് ഇത് സാധനം. അതായത് 1 2 തവണ പരാതി കൊടുത്തതിന്റെ കോപ്പി. അതുപോലെ തന്നെ ഇദ്ദേഹം ഇപ്പോഴും നീതിക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ഗോൾഡ് വേണം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതായത്